ഇന്ത്യൻ കാർ മാർക്കറ്റിൽ കാറുകൾ വിൽപ്പനയാകുന്നതിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ട് പലരും വാങ്ങിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ഹാച്ച് ബാക്കോ അല്ലെങ്കിൽ സെഡാനോ പോലുള്ള വാഹനങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വളരെ വലിയ സൈസിലുള്ള SUVകളും അതോടൊപ്പം തന്നെ കോമ്പാക്ട് SUVകളുമാണ് ആളുകൾ വാങ്ങിക്കുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള SUVകളാണ് എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ. എന്നാൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള പണം ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. ഇത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. 2024 വെളിയിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ വരെയും ഇന്ത്യയിലെ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അതിൽ തന്നെ റൂറൽ, അർബൻ ഏരിയ എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുമുണ്ട്. 121 കോടിയിൽ കൂടുതലായുള്ള ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത്. അതിൽ തന്നെ 3,50,00,000 പേര് മാത്രമാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത്. ഇത് വെറും 2.89% മാത്രമാണ് ആകുന്നത്. ഏകദേശം 48 കോടിയിലും അധികമായിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ വയസ്സായവരുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള കണക്കിൽ നിന്നുമാണ് ഇത്രയധികം പെർസെന്റേജ് കുറവിൽ ടാക്സ് ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം പറയുന്നത്. മറുവശത്ത് പുതിയതായി ലോഞ്ച് ചെയ്യുന്ന വാഹനങ്ങൾ 1 മിനിറ്റിൽ തന്നെ 10,000 ബുക്കിംഗ്സ് ഒക്കെയാണ് ആ വാഹനത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 25 ലക്ഷം രൂപയ്ക്കും മുകളിലായിരിക്കും. 2020 തന്നെ SUVകളുടെ ആധിപത്യം ഇന്ത്യയില് 30 തുടങ്ങി 40% വളർന്നിട്ടുണ്ടായിരുന്നു. 2023 അത് 47% വളർന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ ഏകദേശം 60% മുകളിലാണ് SUVകളുടെ ആധിപത്യം. അത് മാത്രമല്ലാണ്ട് 4x4 കാപ്പബിലിറ്റി ആയിട്ടുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുഖ്യമായ കാരണം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ കാരണം റൈസ് ഓഫ് കൺസ്യൂമറിസം എന്ന് തന്നെ പറയാം. SUVകളെ വെറും പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല ആളുകൾ ഇന്ന് സ്വന്തമാക്കുന്നത്. ഇന്ന് അതൊരു സ്റ്റാറ്റസിന്റെ സിമ്പൽ ആയിട്ട് കൂടിയാണ് ആൾക്കാർ അതിനെ കാണുന്നത്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആയിട്ടുള്ള വലിയ സൈസിലുള്ള SUVകൾ വച്ചിരിക്കുന്നത് വളരെ വലിയൊരു പ്രൗഢിയുടെ പ്രതീകമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വാഹനം വച്ചിരിക്കുന്നവരെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടാണ് പലരും നോക്കി കാണുന്നതും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ളവർക്കും SUVകൾ വച്ചിരിക്കുന്നവരെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മതിപ്പായിട്ടും പലരും അതിലൊരു ക്രെഡിറ്റ് ആയിട്ടും കാണാറുണ്ട്. രണ്ടാമത്തെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത് കാർ മാനുഫാക്ചേഴ്സിന്റെ അഡ്വർടൈസിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങളൊരു SUVയുടെ അഡ്വർടൈസിംഗ് കാണുകയാണെങ്കിൽ SUV ഉള്ളവർ മാത്രമാണ് ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിലും ഓഫ് റോഡ് പോയി ഫോറസ്റ്റിലൊക്കെ പോയി പല എക്സ്പ്ലോറിംഗ് ചെയ്ത് തിരിച്ചു വരുന്നവരായിട്ടും ഒക്കെ ആ ആഡ്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൺസ്യൂമറിന് ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാർ മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നത്, പകരം ഒരു ലൈഫ് സ്റ്റൈലോ എക്സ്പീരിയൻസോ ആണ് അതിലൂടെ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കസ്റ്റമറിനെ കൊണ്ടെത്തിക്കും. സോ നിങ്ങളൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ വാങ്ങുന്നു എങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് ചേഞ്ച് ആകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കും അത് കൊണ്ടെത്തിക്കും. ഈ കാരണം കൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിലുള്ളവരും അഫോർഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി SUVകളെ പർച്ചേസ് ചെയ്യുന്നു. അത് അവരുടെ വളരെ വലിയ എഫേർട്ട് അതിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബാങ്കുകളുടെ ലോൺ ആക്സസിബിലിറ്റി കൂടുതലായി വന്നു എന്നുള്ളത് തന്നെയാണ്. 100% ഓൺ റോഡ് ഫണ്ടിങ് നിങ്ങളുടെ സാലറിയുടെ മുഖ്യമായ ഒരു പങ്കിനെയും ലോണായിട്ട് നൽകേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരു 10,000 രൂപ EMI ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് കരുതുക. എന്നാൽ ഈ പറഞ്ഞു വന്ന സിറ്റുവേഷനിൽ 50,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾ 32,000 രൂപ വരെ ലോണിനായി സ്പെൻഡ് ചെയ്യുന്നു. അതും കാർ ലോണിന് വേണ്ടി മാത്രം. 5 തുടങ്ങി 7 വർഷം വരെയുള്ള ലോണുകളായി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ആ കാറിനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടും വരും. കാരണം 7 വർഷം കഴിയുമ്പോൾ ആ വാഹനത്തിന്റെ ഡിപ്രിസിയേഷൻ എമൗണ്ടും നഷ്ടമായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പലരും ചെന്ന് പെടുന്നതായിട്ടുള്ള കാര്യം നമ്മുടെ ചുറ്റുപാടും തന്നെ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും. ഇത് മാത്രമല്ലാതെ ഒരു ഷോറൂമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 25, 30, 35 ലക്ഷം രൂപയുടെ വാഹനങ്ങൾ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കും, അത് ഈസി ആയിട്ട് അടഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് എക്സിക്യൂട്ടീവ്സ് നമ്മളെ വളരെ വലിയ SUVകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ലാതെ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് വേണ്ടാത്ത പല ഫീച്ചേഴ്സും കുത്തിഞ്ഞെരുക്കിക്കൊണ്ട് ടോപ്പ് ആൻഡ് വേരിയന്റിലായി
നമുക്കത് നൽകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് വലിയ ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 4x4 കാപ്പബിലിറ്റി, അഡാസ് സ്യൂട്ട്, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഇത് ആവശ്യമുള്ളവർക്ക് വേണമായിരിക്കും. പക്ഷെ പലർക്കും അത് ടോപ്പ് എൻഡ് വേരിയന്റിൽ ഉള്ളത് കൊണ്ട് വാങ്ങുന്നു എന്ന് മാത്രം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റെഗുലർ ആയിട്ട് ഒരു ഓഫീസ് യാത്ര നടത്തുന്ന ഒരാൾക്ക് ഈ 4x4 കാപ്പബിലിറ്റി ഉള്ള വാഹനം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ആ ഫീച്ചർ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. മാത്രമല്ല, ഈ ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മുടെ ചുറ്റുപാടുമുള്ള കൂട്ടുകാരെല്ലാം അതിൽ ആ ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ ഈ ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ആ ഫീച്ചേഴ്സ് ഒക്കെ വേണം, അത് നമുക്കും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാട് അതിനൊരുക്കുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 70% SUV ഓണേഴ്സും അതിന്റെ 4x4 കാപ്പബിലിറ്റി വാങ്ങിയ സമയത്തല്ലാതെ അതിനുശേഷം ഉപയോഗിച്ച് നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, നമ്മൾ വാങ്ങുന്ന ഒരു വാഹനം ഒരു ടൂളായിട്ട് നോക്കാതെ അതിനൊരു ഇമോഷണൽ പർച്ചേസ് ആയിട്ട് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു മാതൃകയായിട്ട് അതിനെ കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലുള്ള പല മിഡിൽ ക്ലാസ്സിലുള്ളവരും ഒരു SUVയെ പർച്ചേസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് ചെന്നെത്തിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ്. എൻഡ് ഓഫ് ദി ഡേ, ഒരു കാർ പർച്ചേസ് ചെയ്യുന്നത് വളരെ വലിയൊരു കുറ്റമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ വളരെ വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റോടുകൂടി മാത്രം കാണാണ്ട് അതൊരു ടൂളായിട്ട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ പല ഇമോഷണൽ ട്രാപ്പുകളിൽ നിന്നും നമുക്ക് ഒഴിവാകാനും സാധിക്കും. നമ്മുടെ നാട്ടില് പറയും, തുമ്പിയെ കൊണ്ട് കയ്യിലെടുപ്പിക്കുക എന്ന്. ഒരു ചെറിയ കല്ലൊക്കെ നമ്മളെ കൊണ്ട് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ വളരെ വലിയ കല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചു എന്ന് വരാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ മലയാള സിനിമയില് പല പ്രമുഖരായിട്ടുള്ള നടന്മാരും ബെൻസിലും BMW ഒക്കെ വരുമ്പോഴും ജഗദീഷ് എന്ന് പറയുന്ന ഒരു നടൻ നമുക്കുണ്ട്. അദ്ദേഹം കൊണ്ടു നടക്കുന്ന വാഹനം, അദ്ദേഹത്തിന് വേണമെങ്കിൽ വലിയ വലിയ വാഹനങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ഒരു വാഗണാറിലാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ കാണുന്ന സമയത്തൊക്കെ അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ആ വാഗണാറിലാണ്. വാഗണാർ ഒരു കുറഞ്ഞ വണ്ടിയാണ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയെ കുറിച്ചുമല്ല. പലർക്കും ഒരു പ്രചോദനമാണ് നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ഉപയോഗത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള നിലയിൽ മാത്രം കാണുക. മറ്റൊരാൾ കാണിക്കുന്നതിനെ അനുകരിച്ച് നമ്മളും മറ്റൊരു വലിയ കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.